കോഴിക്കോട് ജില്ലയിൽ കൂടരഞ്ഞിയിൽ താമസിക്കുന്ന സ്രാമ്പിക്കൽ മറ്റത്തിൽ ശ്രീ ജോസ് എം ജെയുടെ വീടാണിത്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കൂടരഞ്ഞിയിൽ നിന്നും കൂട്ടക്കര വഴി തോട്ടുമുക്കം പോകുന്ന വഴിക്ക് 1/2 കിലോമീറ്റർ എത്തിക്കഴിയുമ്പോഴാണ്. നമസ്കാരം. സ്രാമ്പിക്കൽ കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ പരമ്പരയിൽ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് കോഴിക്കോട് ജില്ലയിൽ കൂടരഞ്ഞിയിലുള്ള സ്രാമ്പിക്കൽ മറ്റത്തിൽ ശ്രീ ജോസ് എം ജെയും കുടുംബത്തെയുമാണ്. ശ്രീ ജോസ് എം ജെയുടെ ഒരു പൂർവ്വ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റത്തിൽ നിന്നും പാറയക്കുടിയിലായ മിഖായേൽ അദ്ദേഹത്തിൻ്റെ 9 മക്കളിൽ 2ാമത്തെ മകനാണ് ഐരാറ്റ് മനക്കക്കണ്ടത്ത് താമസിച്ചിരുന്ന ചാക്കോ. ചാക്കോയ്ക്ക് 9 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ ആൺമക്കളിൽ 2ാമത്തെ മകനാണ് കുഞ്ഞേപ്പ് എന്ന് വിളിക്കുന്ന ജോസഫ് ചാക്കോ. ജോസഫ് ചാക്കോയ്ക്ക് 5 മക്കള് ഉണ്ടായിരുന്നു. അതിൽ 2ാമത്തെ മകനാണ് ശ്രീ ജോസ് എം ജെ. ജോസ് എം ജെയും കുടുംബത്തെയുമാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. നമസ്കാരം. നമസ്കാരം. ജോസിയേട്ടന് ഈ കൂടരഞ്ഞിയില് വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? 1950 മുതൽ ഇവിടെ എന്റെ അപ്പനായിട്ട് താമസം തുടങ്ങി. അപ്പനായിട്ടാണ് ഈ കൂടരഞ്ഞിക്ക് വരുന്നത്. 1950-ലാണ് താമസം ആരംഭിക്കുന്നത്. ജോസിയേട്ടന്റെ ഭാര്യ നമ്മോടൊപ്പം ഉണ്ട്. ചേച്ചിയുടെ പേരെന്താണ്? എന്റെ പേര് മോളി ജോസ്. മോളി ജോസ് ആണ്. ചേച്ചിയുടെ വീട് എവിടെയാണ്? എന്റെ വീട് കുറുമണ്ണ എന്ന സ്ഥലത്താണ്. വീട്ടുപേര് ഇല്ലിമുട്ടിൽ. ഇല്ലിമുട്ടിൽ കുടുംബമാണ്. മാതാപിതാക്കന്മാരുടെ പേര്? മാതാപിതാക്കന്മാര് തോമസും മേരി. മേരി. അമ്മയുടെ വീട് എവിടെയാണ്? അമ്മയുടെ വീട് മേരിലാൻഡ്. അമ്മയുടെ വീട് മേരിലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലം. മേരിലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വീട്ടുപേര് ചുവേലിക്കുടിയിൽ. ചുവേലിക്കുടിയിൽ എന്നാണ് വീട്ടുപേര്. എത്ര മക്കളാണുള്ളത്? 2 പേര്. 2 പേരാണുള്ളത്. അതില് മൂത്തയാളാണോ? പേരെന്താണ്? അരുൺ ജോസ് എന്നാണ് പേര്. അരുൺ എന്ത് ചെയ്യുന്നു? ദന്ത ഡോക്ടറാണ്. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? മുക്കം സ്ഥലത്ത് കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഭാര്യ നമ്മളൊപ്പം ഉണ്ട്. പേരെന്താണ്? എന്റെ പേര് നിമ്മി. നിമ്മി എന്നാണ്. നിമ്മി എന്ത് ചെയ്യുന്നു? ഞാനും ഡെന്റിസ്റ്റ് ആണ്. എവിടെയാ വർക്ക് ചെയ്യുന്നത്? ഞാൻ ഇവിടെ അടുത്ത് തന്നെ മുക്കത്ത് KMCT ഡെന്റൽ കോളേജിൽ ഇപ്പൊ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. KMCT ഡെന്റൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് ഇപ്പൊ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് 2 കുട്ടികളാണ് ഉള്ളത് അല്ലെ? മോളുടെ പേരെന്താണ്? ഇസാ നിമ്മി അരുൺ എന്നാണ് മൂത്ത മോള്. മോൾക്ക് എത്ര വയസ്സായി? 3 വയസ്സ്. ഡേ കെയറിലോ അല്ലെങ്കിൽ LKG-ലോ പോകാൻ തുടങ്ങിയോ? അടുത്ത കൊല്ലം തൊട്ട് പോകാൻ തുടങ്ങണം. അടുത്തയാളുടെ പേരെന്താണ്? അടുത്തയാളുടെ പേര് ജുവാൻ നിമ്മി അരുൺ. ജുവാൻ നിമ്മി അരുൺ എന്നാണ് മോന്റെ പേര്. മോൻ എത്ര വയസ്സായി? അവന് 1 വയസ്സ് കഴിഞ്ഞു. 1 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. അരുണിന് സഹോദരങ്ങളുണ്ടോ? ഒരു സഹോദരിയുണ്ട്. സഹോദരിയുടെ പേര് സിസ്റ്ററാണ്, കന്യാസ്ത്രീയാണ്. അനു ജോസ് എന്നാണ്. സിസ്റ്റർ അനു ജോസ് എന്നാണ് പേര്. ഏത് കോൺഗ്രിഗേഷൻ വേണ്ടിയിട്ടാണ്? CMC കോൺഗ്രിഗേഷൻ വേണ്ടിയാണ്. എവിടെയാണ് ഇപ്പൊ സ്ഥലം? തിരുവമ്പാടി കോൺവെന്റിലാണ്. സിസ്റ്ററിന്റെ എന്തെങ്കിലും പ്രൊഫഷണൽ ആയിട്ട് സേവനം ചെയ്യുന്നുണ്ടോ? MSc B.Ed കഴിഞ്ഞതാണ്. MSc ഏത് സബ്ജക്ട് ആയിരുന്നു? മാത്സ് ആയിരുന്നു. അതിനുശേഷം B.Ed കഴിഞ്ഞു. പഠിപ്പിക്കാൻ ആരംഭിച്ചോ? എക്സാം പഠനം തീർന്നതേ ഉള്ളൂ. ഇനി മുന്നോട്ട് വിദ്യാഭ്യാസ മേഖലയിലായിരിക്കാം സേവനം ചെയ്യേണ്ടി വരുന്നത്. ജോസിയേട്ടന്റെ മാതാപിതാക്കന്മാരുടെ പേരെന്തായിരുന്നു? ജോസഫ്. കുഞ്ഞപ്പന്ന് വിളിക്കുന്ന ജോസഫ്. കുഞ്ഞപ്പന്നാണ് പിതാവിനെ വിളിക്കുന്നത്. ഔദ്യോഗികമായിട്ടുള്ള പേര് ജോസഫ് ചാക്കോ എന്നാണ്. അമ്മയുടെ പേര് അന്നക്കുട്ടി. എന്നാണ്. അമ്മയുടെ വീട് കടനാടില് കടനാട് കൈനിക്കുന്നേൽ കുടുംബാംഗമാണ്. അമ്മയുടെ പേര് അന്നക്കുട്ടി എന്നാണ്. നിങ്ങൾ എത്ര മക്കളായിരുന്നു? ഞങ്ങൾ 5 പേര്. 5 പേരാണ്. അതിനകത്ത് ഏറ്റവും മൂത്തതാരാണ്? മേരി തങ്കമ്മ എന്നാണ് വിളിക്കുന്നത്. മേരി എന്നാണ് ഒഫീഷ്യലായിട്ട് പേര്. മേരി എവിടെയാണ് വിവാഹം ചെയ്തത്? 3 കിലോമീറ്റർ അപ്പുറം കുളിരാമുട്ടി എന്ന സ്ഥലത്താണ് വിവാഹം ചെയ്തിരിക്കുന്നത്. വീട്ടുപേര് ചാലായി എന്നാണ് വീട്ടുപേര്. ഭർത്താവിന്റെ പേര് കുര്യാക്കോസ്. അവർക്ക് എത്ര മക്കളുണ്ട്? 2 മക്കൾ. അവരുടെ പേര് അനീഷും അഖിലും. അനീഷ്, അഖിൽ, അങ്ങനെ 2 ആൺകുട്ടികളാണ് അവർക്കുള്ളത്. രണ്ടാമത്തെ ആള് ഞാൻ ജോസ്. ജോസിയേട്ടൻ തന്നെയാണ് രണ്ടാമത്തെ ആള്. ജോസിയേട്ടന്റെ ഇളയത് ആരാണ്?
അതിന്റെ ഇളയത് സാരി. സാരി എവിടെയാണ് വിവാഹം ചെയ്തിരിക്കുന്നത്? സാരി മരുതോങ്കര എന്ന സ്ഥലത്താണ് വിവാഹം ചെയ്തിരിക്കുന്നത്. വീട്ടുപേര് തടത്തിൽ നിന്നാണ് വീട്ടുപേര്. ഭർത്താവിന്റെ പേര് ലൂക്കോസ്. അവർക്ക് എത്ര കുട്ടികളുണ്ട്? അവർക്ക് 2 കുട്ടികൾ. 2 കുട്ടികളാണ് അവർക്കുള്ളത്. അവരുടെ പേര് അവർക്ക് മേഴ്സിയും ഷോബിനും. അങ്ങനെ 2 കുട്ടികളാണ് അവർക്കുള്ളത്. അതിന്റെ ഇളയത് സെലിനെ എവിടെ വിവാഹം ചെയ്തിരിക്കുന്നത്? പാലായിലാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. വീട്ടുപേര് ഉഴുത്തുവാൽ പുത്തൻപുരയിൽ എന്നാണ് വീട്ടുപേര്. ഭർത്താവിന്റെ പേര് ജോയി തോമസ്. ഇപ്പോൾ അവർ എവിടെയാണ് താമസിക്കുന്നത്? അവരിപ്പോ മസ്കറ്റില് 2 പേരും ജോലി ചെയ്യുക. അവരുടെ കുടുംബസമേതം മസ്കറ്റിലാണ്. പാലായിലാണ് കുടുംബം. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് ഒരു മോളാണ്. മോളുടെ പേര് അനു ജോയി എന്നാണ്. അതിന്റെ ഇളയത് ജോൺസൺ. സഹോദരനാണ്. നിങ്ങൾ മൊത്തം 2 ആണുങ്ങളാണ് ഉള്ളത്. ഏറ്റവും ഇളയാണ് ജോൺസൺ. എവിടെയാണ് താമസിക്കുന്നത്? ജോൺസൺ കോഴിക്കോട് ഈസ്റ്റ് ഹിൽ എന്ന സ്ഥലത്താണ്. താമസിക്കുന്നത്. അദ്ദേഹം അവിടെ ജോലി സംബന്ധമായിട്ടാണ്. അദ്ദേഹം അവിടെ ഈസ്റ്റ് ഹില്ലിലെ ഗവൺമെന്റ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായിരുന്നു. ഗവൺമെന്റ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ഈസ്റ്റ് ഹില്ലില് ജോലി ചെയ്യുകയായിരുന്നു. റിട്ടയർ ആയി അവിടെ തന്നെയാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ലിൻഡയ്ക്ക് എന്തെങ്കിലും ജോലി ഉണ്ടായിരുന്നു? മൈത്ര ഹോസ്പിറ്റലിലെ നേഴ്സിംഗ് സൂപ്രണ്ടാണ്. അവർക്ക് എത്ര? ലിൻഡയുടെ വീട് എവിടെയാണ്? ലിൻഡയുടെ വീട് കോടഞ്ചേരിയാണ്. വീട്ടുപേര് ഞാറക്കൽ എന്നാണ്. ഞാറക്കാട്ട് എന്നാണ് വീട്ടുപേര്. അവർക്ക് എത്ര മക്കളുണ്ട്? 2 മക്കൾ. അവരുടെ പേര് ജസ്വിൻ ജെഫ്രി. അങ്ങനെ 2 മക്കളാണ് അവർക്കുള്ളത്. ജോസിയേട്ടന് കൃഷിയാണോ അതോ എന്തെങ്കിലും ജോലി ഉണ്ടായിരുന്നു? ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തതാണ്. എവിടെ നിന്നാണ് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസറായിട്ട്? കോഴിക്കോട്, മലപ്പുറം, കണ്ണൂരൊക്കെ ജില്ലകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. മലപ്പുറത്താണ് റിട്ടയർ ചെയ്തിട്ട് എത്ര വർഷമായി? 9 വർഷമായി. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 37 വർഷമായി. ചേച്ചിയുടെ വീട്ടിലെ വിശേഷങ്ങളിലേക്ക് വരാം. നിങ്ങൾ എത്ര മക്കളായിരുന്നു? ഞങ്ങൾ 8 പേരായിരുന്നു. അതിനകത്ത് എത്ര പെണ്ണുണ്ട്? 4 ആണും 4 പെണ്ണും. 4 ആണും 4 പെണ്ണും. അതിനകത്ത് ഏറ്റവും മൂത്തതാരാണ്? മൂത്തത് ഞാനാ. മൂത്തത് ചേച്ചി തന്നെയാണ്. മോളി ചേച്ചി തന്നെയാണ് ഏറ്റവും മൂത്ത ആള്. മോളി ചേച്ചിയുടെ ഇളയത്? എന്റെ ഇളയത് ലിസിയെ എവിടെയാ വിവാഹം ചെയ്തിരിക്കുന്നത്? ലിസി തളിപ്പറമ്പ് സൈഡിലേക്ക്. കളിപ്പറമ്പിലേക്ക് വിവാഹം ചെയ്തിരിക്കുന്നത്. വീട്ടുപേര് ചിറമാട്ടൽ എന്ന് പറയും. ചിറമാട്ടൽ എന്നാണ് ജോസ് ഭർത്താവിന്റെ പേര്. ചിറമാട്ടൽ ജോസ് ആണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. അവർക്ക് എത്ര മക്കളുണ്ട്? ഒരു മോൻ മാത്രമേ ഉള്ളൂ. അതിന്റെ ഇളയത്? ലിസിയുടെ ഇളയത് സോളിയാണ്. സോളിയുടെ എവിടെയാ വിവാഹം ചെയ്തിരിക്കുന്നത്? സോളി ആലപ്പുഴയിലാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. വീട്ടുപേര് തോട്ടാമടത്തിൽ ജോർജ് കുട്ടിയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. അവർക്ക് എത്ര കുട്ടികളുണ്ട്? അവർക്ക് ഒരു മോനുണ്ട്, അതുല്. അതിന് താഴെയുള്ളത് ഷാജി എവിടെയാണ് താമസിക്കുന്നത്? ഷാജി പൈസ് മൗണ്ടിലാണ് താമസിക്കുന്നത്. ഷാജിയുടെ ഭാര്യയുടെ പേര് റാണി. അവർക്ക് 2 പിള്ളേരുണ്ട്. 2 മക്കളാണ് അവർക്ക് ഉള്ളത്. അതിന് താഴെ ജോഷി എവിടെയാണ് താമസിക്കുന്നത്? ജോഷി അയർലൻഡിലാണ്. ഭാര്യയുടെ പേര് ജോളി എന്നാണ്. അവർക്ക് 2 മക്കള്. അയർലൻഡില. അതിന്റെ താഴെ ലിൻസി ഇപ്പൊ താമസിക്കുന്നത് എറണാകുളത്താണ്. ഭർത്താവിന്റെ പേര് കല്ലുമ്മക്കൽ ജോർജ്. അവർക്ക് ഒരു മോനാണ്. അതിന്റെ താഴെ പയസ് അയർലൻഡിലാണ്. അതെ. ഭാര്യ ജെനി. അവർക്ക് 2 മക്കള്. അടുത്ത ആള് ഹാരോൾഡ്. രഞ്ജു. അവർക്ക് 2 മക്കള്. ഹാരോൾഡ് ഇപ്പം ആർമിന്ന് റിട്ടയർ ആയി വന്നതാണ്. ലെഫ്റ്റനന്റ് കേണൽ പോസ്റ്റിലാണ്. ഇപ്പം ജസ്റ്റ് വേറെ എന്തോ ജോലി കയറിയിട്ടുണ്ട്. ഞാൻ സ്റ്റാഫ് നഴ്സായിരുന്നു. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി ചെയ്തിട്ടുണ്ട്. പിന്നെ ഡൽഹി
ജോലി ചെയ്തിട്ടുണ്ട്. ആ. അല്ലാതെ ജദ്ദയിൽ ജോലി ചെയ്തിട്ടുണ്ട്. സൗദി അറേബ്യയിൽ സൗദി അറേബ്യയിൽ 5 വർഷം ജോലി ചെയ്തു. ജദ്ദയില്. ആ. എത്ര വർഷം ജോലി ചെയ്തു? 5 വർഷം. 5 വർഷം ജോലി ചെയ്തു. അതിനുശേഷം വേറെ ജോലി ചെയ്തിട്ടില്ല? ഇല്ല, പിന്നെ ഹൗസ് വൈഫ്. ഹൗസ് വൈഫായിട്ട് തിരിച്ച് വരികയാണ് അതെ. ചെയ്തത്. അടുത്തത് ഇനി നിമ്മിയുടെ വിശേഷങ്ങളിലേക്ക് വരാം. നിമ്മിയുടെ ഫാദറിന്റെ പേര്? എന്റെ അപ്പന്റെ പേര് കുര്യൻ എന്നാണ്. കുര്യൻ എന്നാണ്. അമ്മയുടെ പേര്? മേരി. മേരി. അവരെന്തെങ്കിലും പ്രൊഫഷണൽ ആയിരുന്നോ? അപ്പൻ ഓവർസിയർ ആയിട്ട് ഇപ്പോഴും വർക്ക് ഓവർസിയർ ആയിട്ട് ഇപ്പോഴും വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. അമ്മ റിട്ടയർഡ് ടീച്ചറാണ്. അമ്മ റിട്ടയർഡ് ടീച്ചറാണ്. അമ്മയുടെ വീട് എവിടെയാണ്? അമ്മയുടെ വീട് ഇവിടെ അടുത്ത് തന്നെ കോടഞ്ചേരി എന്ന് പറഞ്ഞ കോടഞ്ചേരി എന്ന സ്ഥലത്താണ്. വീട്ടുപേര്? ഊന്നുകല്ല്. ഊന്നുകല്ലൽ എന്നാണ് അമ്മയുടെ വീട്ടുപേര്. നിങ്ങൾ എത്ര മക്കളായിരുന്നു? ഞങ്ങൾ രണ്ടുപേരാണ്. എനിക്കൊരു ഇളയ അനിയനാണുള്ളത്. അനിയനുണ്ട്. അനിയന്റെ പേര്? അനിയന്റെ പേര് നിഖിൽ. നിഖിൽ. നിഖിൽ എവിടെയാണ്? അവനിപ്പോ MBBS കഴിഞ്ഞ് കൊല്ലത്ത് വർക്ക് ചെയ്യാണ്. MBBS കഴിഞ്ഞ് കൊല്ലത്ത് വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. ഏത് ഹോസ്പിറ്റലാണ്? അവിടെ ഒരു ക്ലിനിക്കിലാണ്, പ്രൈവറ്റ് ക്ലിനിക്കിലാണ് കൊല്ലത്ത് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. വിവാഹിതനാണോ? അല്ല, വിവാഹിതനായിട്ടില്ല. നിങ്ങൾ 2 മക്കളെ ഉള്ളൂ. ഞങ്ങൾ 2 മക്കൾ. നിമ്മിയുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തെ കുറിച്ച് ഒന്ന് പറയാമോ? ഞാന് ഡെന്റിസ്ട്രി ആണ് പഠിച്ചത്. ഞാൻ BDS പഠിച്ചത് ബാംഗ്ലൂർ ദയാനന്ദ സാഗർ എന്ന് പറഞ്ഞ കോളേജിലാണ്. BDS ബാംഗ്ലൂർ ദയാനന്ദ സാഗർ എന്ന കോളേജിലാണ് പഠിച്ചത്. MDS ഞാൻ ഇവിടെ തന്നെ KMCT, ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന കോളേജിൽ തന്നെയാണ്. ഞാൻ MDS പഠിച്ചത് KMCT ഡെന്റൽ കോളേജ്, അതായത് കോഴിക്കോട് KMCT ഡെന്റൽ കോളേജിലാണ് PG പഠിച്ചത്. PG പഠിച്ചതിന് ശേഷം തുടർന്ന് വേറെ ഏതെങ്കിലും സ്ഥലത്ത് ജോലി ചെയ്തിരുന്നോ? ഇല്ല, ഞാൻ അവിടെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ഇപ്പൊ വർക്ക് ചെയ്യാൻ തുടങ്ങി. എത്ര വർഷമായി അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? 4 മാസം ആയിട്ടുള്ളൂ. 4 മാസമേ ആയിട്ടുള്ളൂ അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അരുൺ പഠിച്ചത് എവിടെയൊക്കെയാണ്? ഞാൻ BDS ചെയ്തത് ഹാസൻ, കർണാടക സ്റ്റേറ്റിലെ ഹസൻ എന്നുള്ള സ്ഥലത്താണ് BDS ചെയ്തത്. MDS മൈസൂരിൽ നിന്ന്. MDS മൈസൂരിൽ നിന്നാണ്. കോളേജിന്റെ പേര്? ഫറൂഖിയ ഡെന്റൽ കോളേജ്. ഫറൂഖിയ ഡെന്റൽ കോളേജിൽ നിന്നാണ് MDS ചെയ്തത്. എക്സ്ട്രാ കരിക്കുലർ ആയിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നോ? സ്പോർട്സിൽ ഇൻട്രസ്റ്റഡ് ആണ്. സ്പോർട്സിൽ ഇൻട്രസ്റ്റഡ് ആണ്. ഗെയിംസിലൊക്കെയാണോ ഇൻട്രസ്റ്റഡ്? ക്രിക്കറ്റ്, ബാസ്കറ്റ്ബോൾ, ഫുട്ബോൾ. അതിനകത്ത് എന്തെങ്കിലുമൊക്കെ അച്ചീവ്മെന്റ്സ് ലഭിച്ചിട്ടുണ്ടോ? +2 പഠിക്കുന്ന സമയത്ത് സ്റ്റേറ്റ് ലെവൽ ബാസ്കറ്റ്ബോൾ കളിക്കാൻ പോയിട്ടുണ്ട്. +2 പഠിക്കുന്ന സമയത്ത് സ്റ്റേറ്റ് ലെവലില് ബാസ്കറ്റ്ബോൾ കളിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഡിസ്ട്രിക്ട് ടീമിന് വേണ്ടി പെർഫോം ചെയ്തിട്ടുണ്ട്. ഏത് ഡിസ്ട്രിക്റ്റിന് വേണ്ടിയിട്ടാണ്? കോഴിക്കോട് ഡിസ്ട്രിക്റ്റിന് വേണ്ടിയിട്ട് സ്പോർട്സിൽ ബാസ്കറ്റ്ബോളിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ജോസിയേട്ടന്റെ പിതാവിന്റെ സഹോദരങ്ങളുടെ ഓർക്കുന്നുണ്ടോ? അവര് ആകെ 9 പേരായിരുന്നു. 9 പേരായിരുന്നു. എന്റെ അപ്പനടക്കം. ഏറ്റവും മൂത്തത് ഏലി എന്നാണ് പേര്. വീട്ടുപേര്? ചക്കാലി. ചക്കാലി കുടുംബത്തിലേക്കാണ് വിവാഹം ചെയ്ത് കൊടുത്തത്. രണ്ടാമത്തെ ആളാണ് അന്ന. അത് മൂക്കുംതോട്ടത്തിലേക്കാണ് വിവാഹം കഴിച്ചത്. മൂക്കുംതോട്ടത്തിലേക്കാണ് വിവാഹം കഴിപ്പിച്ചത്. അടുത്തത്? മൂന്നാമത് മൈക്കിളിന്റെ ഭാര്യയുടെ പേര്? പ്രജിത്ത. വീട്ടുപേര്? വെളുത്തെടുത്ത് കാട്ടിൽ നിന്നാണ് വീട്ടുപേര്. അടുത്തത്? 4ാമത് എന്റെ അപ്പനായിരുന്നു. അതായത് കുഞ്ഞാപ്പെന്ന് വിളിക്കുന്ന ജോസഫ് ചാക്കോയാണ്. അതിന്റെ താഴെയുള്ളത്? 5ാമത്തത് ത്രസ്യാമ്മ എന്നായിരുന്നു. ത്രസ്യാമ്മ വടക്കം വീട്ടിൽ എന്ന വീട്ടിലേക്കാണ് കഴിപ്പിച്ചത്. അതിന്റെ താഴെ ചാക്കോയാണ്. ചാക്കോയുടെ ഭാര്യ ത്രസ്യാമ്മ. വീട്ടുപേര്? കാവുംപുറത്ത് എന്നാണ് വീട്ടുപേര്. അതിന്റെ താഴെ കുഞ്ഞുട്ടി എന്ന് പറയുന്ന ദേവസിയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര്? റോസമ്മ. വീട്ടുപേര്? പുളിക്കൽ എന്നാണ് വീട്ടുപേര്. അതിന്റെ അടുത്തത്? 2 പേര് മറിയവും ബ്രിജിത്തായും. അവര് കല്യാണം കഴിച്ചില്ല. വിവാഹം കഴിപ്പിച്ചിട്ടില്ല. 2 സഹോദരിമാര് വിവാഹം കഴിപ്പിക്കാതെ ഉണ്ടായിരുന്നു, മറിയവും ബ്രിജിത്തും. അങ്ങനെ 9 മക്കളായിരുന്നു അവര് ഉണ്ടായിരുന്നത്. ജോസേട്ടന് പള്ളിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടോ? ഞാൻ സൺഡേ സ്കൂൾ അധ്യാപകനായിട്ട് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സൺഡേ സ്കൂൾ അധ്യാപകനായിട്ട് ഇപ്പോഴും സേവനം ചെയ്യുന്നുണ്ട്. 9 വർഷമായിട്ട് ഇപ്പൊ സൺഡേ സ്കൂൾ സൺഡേ സ്കൂൾ അധ്യാപകനാണ്. എനിക്ക് 3 വർഷം ഹെഡ് മാസ്റ്റർ ആയിരുന്നു. 3 വർഷം പ്രധാന അധ്യാപകനായിട്ടും നിങ്ങളുടെ ഇടവക കുടഞ്ഞി ഇടവകയുടെ ഹെഡ് മാസ്റ്റർ ആയിട്ടും സൺഡേ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിട്ടും സേവനം ചെയ്തിട്ടുണ്ട്. പിന്നെ 3 വർഷം പാരീഷ് സെക്രട്ടറി ആയിട്ട് 3 വർഷം പാരീഷ് സെക്രട്ടറി ആയിട്ട്, കൗൺസിൽ മെമ്പർ മാത്രമല്ല പാരീഷ് സെക്രട്ടറി ആയിട്ട് സേവനം ചെയ്തിട്ടുണ്ട്. പിന്നെ പാരീഷ് കൗൺസിൽ മെമ്പറാണ്. നിലവിൽ പാരീഷ് കൗൺസിൽ മെമ്പറാണ്. പിന്നെ ദേവാലയ നിർമ്മാണ കമ്മിറ്റി
കൺവീനറായിരുന്നു. കൂടരഞ്ഞി ദേവാലയ നിർമ്മാണ കമ്മിറ്റി കൺവീനറായിരുന്നു. വളരെ മനോഹരമായ ഒരു ദേവാലയമാണ് കൂടരഞ്ഞിയിൽ ഉള്ളത്. ആ ദേവാലയ നിർമ്മാണ കമ്മിറ്റി കൺവീനറായിരുന്നു ജോസിയേട്ടൻ. വേറെ ഇപ്പൊ സംഘടനകളൊക്കെ പിന്നെ AKCC കത്തോലിക്ക കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ യൂണിറ്റ് പ്രസിഡന്റാണ്. കത്തോലിക്ക കോൺഗ്രസ് യൂണിറ്റ് പ്രസിഡന്റാണ്. കൂടരഞ്ഞി ഇടവകയുടെ പ്രസിഡന്റാണ്. വേറെ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. വേറെ സംഘടനകളെ വോയിസ്ക എന്ന് പറഞ്ഞ ഒരു സംഘടന അതിന്റെ പ്രസിഡന്റ് ആയിരുന്നിട്ടുണ്ട്. വോയിസ്ക എന്ന സംഘടനയില് പ്രസിഡന്റ് ആയിരുന്നിട്ടുണ്ട്. ഇപ്പോഴും മെമ്പറായി അവിടെ തുടരുന്നുണ്ട്. ഇപ്പോഴും മെമ്പറായിട്ട് തുടരുന്നു. ചേച്ചിക്ക് പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടോ? ഞാൻ ഒരു 18 വർഷം ടീച്ചറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. സൺഡേ സ്കൂൾ അധ്യാപികയായിരുന്നു. നിലവിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഇല്ല, പിള്ളേരൊക്കെ ആയി പിന്നെ നിർത്തി. വേറെ എന്തെങ്കിലും സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ടോ? മാതൃവേദിയിലൊക്കെ പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ചില്ല. മാതൃവേദിയിലെ പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോഴും മെമ്പർ ആയിരുന്നോ? മെമ്പറൊക്കെ ആയിട്ടുണ്ട്, ഇപ്പൊ ഇല്ല. ഇപ്പൊ അല്ല, നേരത്തെ പരിഷ് കൗൺസിൽ മെമ്പർ ആയിരുന്നു. അങ്ങനെ നിരവധിയായ പ്രവർത്തനങ്ങൾ ഇടവയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഫാമിലിയാണ്. അതുപോലെ തന്നെ ഡോക്ടർ ദമ്പതികളും നമ്മളൊപ്പം ഉണ്ട്. നേഴ്സായിട്ട് വർക്ക് ചെയ്തവരാണ്. BD ആയിട്ട് വർക്ക് ചെയ്ത് റിട്ടയർ ചെയ്ത ആൾക്കാരാണ്. ഇപ്പോൾ റിട്ടയർമെന്റ് ജീവിതത്തിലാണെങ്കിലും ഇടവകയിൽ നിരവധിയായ പ്രവർത്തനങ്ങൾ, ദേവാലയ നിർമ്മാണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തി കൂടരഞ്ഞി ഇടവകയ്ക്ക് വേണ്ടിയിട്ട് വളരെയധികം സേവനം ചെയ്ത വ്യക്തിയാണ് ജോസിയേട്ടന്. അതുപോലെ കുടുംബവും. നിങ്ങളുടെ കുടുംബത്തിന്റെ വിവരങ്ങളെല്ലാം അതിന് വളരെ സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം. താങ്ക് യു.